എനിക്ക് വളരെ രസകരമായി തോന്നിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സംരംഭകരൊക്കെ വന്നിട്ട് പറയും, ഞാൻ എൻ്റെ സ്ഥാപനത്തിനകത്ത് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതോടുകൂടി ആകെ പ്രശ്നമായി, നന്നായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരുന്നതാണ്, പിന്നെ പലയിടത്തും പ്രശ്നങ്ങൾ വന്നു, ആകെ മുഴുവൻ ആ സോഫ്റ്റ്വെയറും എല്ലാം ഒഴിവാക്കിയിട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ശരിക്കും ഈ ഡ്രൈവിംഗ് അറിയാത്തവൻ്റെ കയ്യിൽ നിങ്ങൾ ഫെറാറി കാർ ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഡ്രൈവിംഗ് അറിയാത്തവനാണ് ഒന്ന്, രണ്ടാമത്തത് ഹൈ പവറുള്ള എഞ്ചിനുള്ള ഫെറാറി കാർ. നമ്മൾ വല്ല ആൾട്ടോ 800 അല്ലെങ്കിൽ മാരുതി 800 കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെതായ എഞ്ചിൻ പവറിനൊരു പരിമിതിയെങ്കിലും ഉണ്ട്. എന്നാൽ ഇത് അറിയാത്തവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അതായത് ടീം റെഡി ആകുന്നതിന് മുമ്പ് നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജി എനാബിൾ ചെയ്ത് ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, ആ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന ടീമിനെ റെഡിയാക്കുന്നതിന് മുമ്പ്, ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ടെക്നോളജി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ടീമിന് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, ടീമിനെ വാല്യൂ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, വിഷൻ എന്താണെന്ന് ക്ലാരിറ്റി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടെക്നോളജി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാത്തവൻ്റെ കയ്യിൽ ഫെറാറി കൊടുക്കുന്ന പോലെയാണ് എനാബിൾ ചെയ്യാത്ത ടീമിൻ്റെ കയ്യിലേക്ക് ടെക്നോളജി നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ പലപ്പോഴും ആദ്യം ഉള്ളതിനേക്കാളും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. സോ ബി കെയർഫുൾ. ഡെവലപ്പ് യുവർ ടീം ഫസ്റ്റ്, ദെൻ എനാബിൾ ടെക്നോളജി വിത്ത് ദം.